തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ജില്ലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ CPIM ശ്രമിക്കുകയാണെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. ശക്തി കേന്ദ്രങ്ങളെ വ്യാപകമായി കള്ളവോട്ട് ചെയ്തു, കാഴ്ചശക്തി ഉള്ളവരുടെ പോലും ഓപ്പൺ വോട്ട് ചെയ്തു. എന്നിട്ടുണ്ടായ നേരിയ വിജയത്തിൽ CPIM അഹങ്കരിക്കേണ്ട. വിജയാഹ്ലാദത്തിന്റെ പേരിൽ നടത്തിയ പേക്കൂത്ത് കണ്ടില്ലെന്ന് നടിക്കില്ല. BJP പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാറിന്റെ വീടിന് നേരെ പടക്കമെറിഞ്ഞു. പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വികേഷിന്റെ വീട്ടിൽ റീത്ത് വെച്ചു. കരിവള്ളൂരിൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന് ഷീബയുടെ വീടിന് നേരെയും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 2ാം വാർഡ് സ്ഥാനാർത്ഥി ബാബുവിന്റെ വീടിന് നേരെയും പടക്കം എറിഞ്ഞു. ചെറുകുന്ന് കവണിശ്ശേരിയിൽ BJP പതാകകൾ നശിപ്പിച്ചു. ചൊവ്വ കണ്ണൂക്കരയിൽ BJP പ്രവർത്തകരായ റോഷിത്തിന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു. അക്രമത്തിൽ നിന്ന് CPIM പിന്തിരിയണം. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് BJPക്ക് ചിന്തിക്കേണ്ടി വരും. തുടർന്നുള്ള പ്രശ്നങ്ങൾക്ക് CPIM-ഉം പോലീസും മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും കെ വിനോദ് കുമാർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. ജില്ലാ ആസ്ഥാനത്ത് കണ്ണൂർ കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ നിലവിൽ നമുക്ക് ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല, 4 സീറ്റിൽ BJP വിജയിച്ചിരിക്കുന്നു. ആ ഒരു സീറ്റ് തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസ്, UDF മുൻ മേയറുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ ഹീനമായ ശ്രമങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തി, സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു മുൻ മേയർ TO മോഹനന്റെ നേതൃത്വത്തിൽ UDF-കാർ ആ പള്ളിക്കുന്ന് ഡിവിഷനിൽ പ്രയോഗിച്ചത്. പക്ഷെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തിൽ BJP അവിടെ വിജയിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ 4 സീറ്റാണ് ഇത്തവണ BJP നേടിയത്. 3 സീറ്റ് നഷ്ടപ്പെട്ടത് നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രം. 36, 37, 49 ഇങ്ങനെ 3 സീറ്റുകളിൽ ഈ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് BJP പരാജയപ്പെട്ടത്. കണ്ണൂരിൽ കോർപ്പറേഷനിൽ 20,000 അടുത്ത വോട്ടാണ് BJP ഇത്തവണ നേടിയത്. നേരത്തെ നമുക്ക് 8,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 20,000-ഓളം വോട്ട് നേടി. കണ്ണൂർ ജില്ലയിൽ വലിയ വോട്ട് വർധനവ് നാം ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നു. 60% വോട്ട് വർധനവ്, 50% വോട്ട് വർധനവ് പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റിയിലും BJP ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനർത്ഥം ജനങ്ങൾ BJPയെ ഇഷ്ടപ്പെടുന്നു, BJPയെ സ്നേഹിക്കുന്നു, BJPയെ പിന്തുണക്കുന്നു, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നു. ആ അംഗീകാരത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിജയവും വോട്ടും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പരാജയ ഭീതിയിലാണ്ട CPIM കണ്ണൂർ ജില്ലയിലും കേരളത്തിലും അങ്ങേയറ്റം തോറ്റു തുന്നമ്പാടി എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. കണ്ണൂർ ജില്ലയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് ഉള്ള സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത്, പല സീറ്റും നിലനിർത്താൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു? കള്ളവോട്ടായിരുന്നു, വ്യാപകമായി കള്ളവോട്ട്. മറ്റു പാർട്ടിക്കാരുടെ ഏജന്റുമാരെ ബൂത്തിനകത്ത് ഇരിക്കാൻ അനുവദിച്ചില്ല, ഭീഷണിയായിരുന്നു. പിന്നെ സംശയമുള്ള ആളുകളെയൊക്കെ അവർ ഓപ്പൺ വോട്ടാണ് ചെയ്യുന്നത്. നല്ല കാഴ്ചശക്തിയുള്ള 40, 50, 60 വയസ്സുള്ള ആളുകളെയൊക്കെ, തൊഴിലുറപ്പ് തൊഴിലാളികളെ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ, ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനം, അവരെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്നു. ജീവിക്കാൻ പോലും അവർക്ക് ഭീഷണിയാകുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ CPIM-ന്റെ പ്രവർത്തകന്മാരുടെ ആ ഭീഷണിക്ക് മുമ്പിൽ അവർ വശംവദരാവുകയാണ്. നല്ല കാഴ്ചശക്തിയുള്ളവരുടെ പോലും ഓപ്പൺ വോട്ട്. നോക്കൂ, കണ്ണൂർ ജില്ലയിലെ CPIM ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാ സ്ഥലത്തും 40 മുതൽ 100 വോട്ട് വരെ ഓപ്പൺ വോട്ടാണ്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോലും ഇത്രയധികം ഓപ്പൺ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. വ്യാപകമായി അപ്പൊ ഒരു ഭാഗത്ത് കള്ളവോട്ട്, മറ്റൊരു ഭാഗത്ത് ഓപ്പൺ വോട്ട്, ഇങ്ങനെ വ്യാപകമായ അന്യായമായ രീതിയിൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അവർ ചില പ്രവർത്തിച്ചിട്ടും കഴിഞ്ഞ സീറ്റ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ചില പഞ്ചായത്തുകളുടെ ഭരണം അവർക്ക് നഷ്ടമായി. നമ്മുടെ നാട്ടിൽ അക്രമമുണ്ടാക്കാൻ CPIM ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫലപ്രഖ്യാപനം വന്നത് മുതൽ ജില്ലയുടെ പല ഭാഗത്തും CPIM നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ. പയ്യന്നൂർ മേഖലയിൽ, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല. മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ വീട്ടിലേക്ക്, അതുപോലെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവരുടെ വീട്ടിലേക്ക് പടക്കമെറിയുന്നു, പിന്നെ തീപ്പന്തമെറിയുന്നു.
ഇങ്ങനെയുള്ള BJPയുടെ പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാറിന്റെ വീട്ടിലേക്ക് പടക്കമെറിയുന്നു. അതുപോലെ അവിടെ മത്സരിച്ച ഒരു നമ്മൾ 200-ലധികം വോട്ട് നേടി. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ 250ഓളം വോട്ട് നേടി. ആ വാർഡിൽ BJPയുടെ പ്രവർത്തകനായിരുന്ന ആളുടെ വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വെക്കുന്നു. ചെറുകുന്ന് കവണിശ്ശേരിയിൽ BJPയുടെ പതാക നശിപ്പിക്കുന്നു, പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. പാനൂർ ഭാഗത്ത് CPM അക്രമം നടത്തുന്നു. നോക്കൂ, നിരപരാധികളായി ഇങ്ങനെ വേട്ടയാടുന്ന സാഹചര്യം, അതിന്റെ അനുഭവം കണ്ണൂർ ജില്ലക്കുണ്ട്. CPM നടത്തിയ ഈ ഹീനമായ അക്രമത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. വീണ്ടും ആ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ. ഇത് അത്യന്തം ഗൗരവമായി കാണേണ്ടതാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും പ്രദേശത്തെ ഒറ്റപ്പെട്ട പ്രവർത്തകന്റെ ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇങ്ങനെ കണ്ണൂരിൽ വ്യാപകമായി ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. അത്തരമൊരു ശ്രമങ്ങളെ തീർച്ചയായും നാം കണ്ടില്ലെന്നടിക്കില്ല, വളരെ ഗൗരവത്തോടു കാണും. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. ആ പോലീസ് എന്ത് ചെയ്യുന്നു? പോലീസ് അക്രമം നടത്തിയ ആളുകൾ ആരാണെന്ന് പോലീസിന് ബോധ്യമുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇത്തരം നീക്കങ്ങളായിരുന്നു കണ്ണൂരിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. പോലീസ് നോക്കുകുത്തികളായി നിൽക്കുകയും ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അക്രമത്തിന് ഇരയാകുന്നവർക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് CPM-നോടും പോലീസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അക്രമത്തിന് പിന്തിരിയണം. അക്രമം നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസ്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരും BJP പ്രവർത്തകന്മാർക്ക്. ആ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങും. അതുകൊണ്ട് നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കണം, എന്നും നിലനിൽക്കണം. ജനാധിപത്യത്തിന് അടിസ്ഥാനമായ രൂപത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകേണ്ടത്, അല്ലാതെ ഫാസിസം എന്നുള്ള നിലയിൽ, ഏകാധിപത്യം എന്നുള്ള നിലയിൽ, മസിൽ പവർ എന്നുള്ള നിലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള CPM നീക്കം അത് ഉപേക്ഷിക്കണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ BJP ഏതറ്റം വരെയും ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.